കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 1920 ഒരു സാധനം വിറ്റപ്പോൾ കിട്ടുന്ന ലാഭവും 1280 ആ സാധനം വിറ്റപ്പോൾ ഉണ്ടായ നഷ്ടവും തുല്യമാണ്. ഇതാണ് ആദ്യത്തെ സെൻറ്റൻസിൽ പറയുന്നത്. അപ്പം ആദ്യത്തെ കേസിൽ ലാഭമുണ്ടായെന്നും രണ്ടാമത്തെ കേസിൽ നഷ്ടമുണ്ടായെന്നും അതിലുപരി ആ ലാഭവും നഷ്ടവും തുല്യമെന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ആദ്യം തന്നെ നമുക്ക് ആ സാധനത്തിൻ്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് കാണാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ രണ്ട് വിലകളുണ്ടല്ലോ. ആദ്യത്തെ വിലയായ 1920യും രണ്ടാമത്തെ വിലയായ 1280യും കൂട്ടുക, 2 കൊണ്ടങ്ങ് ഹരിക്കുക. ഓക്കെ ആണോ? ചോദ്യത്തിൽ പറയുന്ന ലാഭമുണ്ടായതും നഷ്ടമുണ്ടായതുമായ 2 വിലകൾ കൂട്ടുന്നു, 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ എത്രയാണ് കിട്ടുക? 19, 12, 31, 20, 80 കൂടെ 100 ആകും. അപ്പം 3200 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് ആൻസർ? 1600 ആ സാധനത്തിൻ്റെ യഥാർത്ഥ വിലയെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? എന്താ അറിയണ്ടേ? ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നു, ഈ 1600 രൂപ വിലയുള്ള സാധനം 25% ലാഭത്തിന് വിൽക്കണം. അങ്ങനെയെങ്കിൽ എത്ര രൂപയ്ക്കാണ് അത് വിൽക്കേണ്ടതെന്നാ? അപ്പോൾ എൻ്റെ കുട്ടികളൊന്ന് മനസ്സിലാക്കി. ഇവിടെ നമുക്ക് റേസ് ചെയ്യേണ്ട പ്രോഫിറ്റ് എത്ര? 25%. 1600ൻ്റെ 25% എത്രയെന്ന് ഞാൻ നോക്കാൻ പോവാം. 1600 × 25/100. സീറോസ് ക്യാൻസലാണ്. 16 × 25 400 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ 1600 രൂപയുടെ സാധനം വിൽക്കുമ്പം 400 രൂപ ലാഭം കിട്ടണം. അപ്പോൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് ചോദിച്ചാൽ 1600 + 400 ലാഭവും കിട്ടണം. അപ്പോൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് ചോദിച്ചാൽ 2000 രൂപയ്ക്ക് ആ സാധനം വിൽക്കുമ്പോഴാണ് 25% ലാഭം നമുക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.